സ്വാഗതം ചെയ്തത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. ഞാൻ എന്നെ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്താം. പേര് ബ്രിജേഷ് എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണലേത്ര എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു. RCM ആയിട്ട് ഇപ്പോ 4 കൊല്ലം. ഇതിനു മുൻപ് ചെയ്തിരുന്നത് അക്കൗണ്ടിംഗ് മേഖലയിലുള്ള ജോലികളാണ്. അതിൽ ആ ജോലികൾ ഞാൻ ഇഷ്ടത്തോടെ ചെയ്തെങ്കിലും അതിലെനിക്കൊരു സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷനോ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ജോലി ഉപേക്ഷിച്ചിട്ട് ഇന്ന് RCM പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നു. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വന്നിരിക്കുന്ന ലുക്കും കുറച്ച് പ്രൊഫഷണൽ ആവണം. അപ്പോ വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ഇരുന്നൊന്ന് മീറ്റിംഗ് ചെയ്യണം എന്നുള്ളത്. സാധാരണ ഞാൻ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഒരു നമ്മുടെ SNFന്റെ ഒരു വലിയൊരു ബോക്സ് വെച്ച് അതിന്റെ മുകളിൽ നമ്മുടെ സാധാരണ ഒരു സ്റ്റാൻഡ് വെച്ച് അതിൽ മൊബൈൽ വെച്ചിട്ടാണ് ചെയ്യാറ്. ഇന്നിപ്പോ ഒരു ഉയർച്ച ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഒരു മൊബൈൽ ട്രൈപോഡ് ഒക്കെ വാങ്ങി അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇന്ന് പ്രൊഫഷണൽ രീതിയിൽ ഫസ്റ്റ് ടൈം എടുക്കുന്ന ഒരു ക്ലാസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹൗ ടു ബി സക്സസ്ഫുൾ ഇൻ RCM. ഇത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമാണ്. ഞാനും നിങ്ങളും ഇവിടെ പങ്കെടുക്കുന്ന ഓരോ ആളുകളും കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളിത് കേൾക്കുന്നുണ്ട്, നമ്മളിത് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഞാൻ ഇനിയിപ്പോ ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ചോദ്യമാണ്. നമുക്ക് എങ്ങനെയാണ് RCMല് സക്സസ്ഫുൾ ആവാൻ പറ്റുക? ഇവിടെ ഇരിക്കുന്നവര് എല്ലാവരും ആക്റ്റീവായിട്ട് ഉണ്ട് എന്ന് എന്നെ ഉറപ്പുവരുത്താനായിട്ട് ചാറ്റ് ബോക്സിൽ ഓരോ മെസ്സേജുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് RCM ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുക? നോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് കൂടി എനിക്ക് ഉറപ്പുവരുത്താം. ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് RCM ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുക? ഓക്കെ, പ്രസന്നകുമാരി മാഡം അയച്ചിട്ടുണ്ട്. ഫോളോ ദ സക്സസ്ഫുൾ പേഴ്സൺ വിത്ത് കൺസിസ്റ്റന്റ് എഫേർട്ട് വി ക്യാൻ ബി സക്സസ്. ഓക്കെ, ഗുഡ് മെസ്സേജ്. 2-3 പേരും ടെക്സ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പ്രോപ്പർ പ്ലാനിങ് മെസ്സേജ് നല്ലൊരു പോയിന്റ് ആണ്. അടുത്തത് ഇവിടെ ഇരിക്കുന്ന ഫുൾ ടൈം RCM. ഓക്കെ, ഗുഡ്. റോജ മാഡം അങ്ങനെ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. യെസ്, ഷീ ഈസ് ഓൾവേസ് ഫുൾ ടൈം ആക്റ്റീവ്, എഫക്റ്റീവ് ആൻഡ് സോ എനർജറ്റിക് ഇൻ RCM. ഓക്കെ, അടുത്തത് ഇനി ഒരുപാട് പേർക്ക് അതെ, നിങ്ങൾ എല്ലാവരും പറയുന്നു കൺസിസ്റ്റന്റ് ആയിരിക്കണം, നമ്മൾ എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കണം, നമ്മൾ എപ്പോഴും ഫുൾ ടൈം ആയിരിക്കണം. ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും യെസ് സിസ്റ്റം ഫോളോ ചെയ്ത് വിജയിക്കാം. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും മെസ്സേജ് ഓക്കെ, താങ്ക് യു ഫോർ റെസ്പോൺസ്. അപ്പോ എല്ലാവരും മെസ്സേജുകൾ പറഞ്ഞു. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്. സക്സസ് ആവണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കണം. പക്ഷെ അതിലൊക്കെ അപ്പുറം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് യു. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ബിസിനസ്സിൽ നിലനിൽക്കണം. അതായത് നമ്മൾ എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കില്ല. ഞാനൊരു ചെറിയൊരു കഥയോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ചോദ്യം, ഇനി ഒരു കഥയാവാം. ഒരിക്കല് ഒരു അച്ഛൻ തന്റെ 2 മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, നിനക്ക് വലുതാവുമ്പോ നിനക്ക് എങ്ങനെയാണ് സക്സസ് ആവേണ്ടതെന്ന് മൂത്ത മകന്റെ അടുത്ത് ചോദിച്ചപ്പോ ഈ മൂത്ത മകൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു 25 സ്പോർട്സ് കാറുകൾ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങണം. ഈ 25 സ്പോർട്സ് കാറുകൾ എന്ന് എനിക്ക് വാങ്ങാൻ സാധിക്കുന്നു, അതാണ് എന്റെ സക്സസ് എന്ന് മൂത്ത മകൻ പറഞ്ഞു. രണ്ടാമത്തെ മകനോടും ഇതേ ചോദ്യം ഈ അച്ഛൻ ചോദിച്ചപ്പോ ആ മകൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ, എന്റെ സ്കൂളില് ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ അപ്പു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യൻ എന്നും ഉച്ചയ്ക്ക് ആ പയ്യൻ എന്നും ചോറുപാത്രം കൊണ്ടുവരും. പക്ഷെ അത് തുറക്കുമ്പോ എന്നും ബ്ലാങ്ക് ആണ്, കാലിയാണ്. അതുപോലെ വിശപ്പടക്കിക്കൊണ്ട് വിദ്യാഭ്യാസത്തിന്
മുൻനിർത്തി ഇന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോ അതുപോലെ പട്ടിണി അനുഭവിച്ചിട്ട് പോലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് പഠിക്കാനും യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതെ പഠിക്കാനും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണം എന്നുള്ളതാണ് തുടങ്ങുമ്പോഴാണ് എന്റെ സക്സസ് എന്ന് ആ പയ്യൻ പറഞ്ഞു. ആ അച്ഛൻ ആ മകനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നെ. അപ്പോ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പലർക്കും സക്സസ് പലതാണ്. ചിലർക്ക് ലക്ഷൂറിയസ് ലൈഫ് നയിക്കുന്നതായിരിക്കാം സക്സസ് എന്നുള്ളത്. പക്ഷെ ചിലർക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സ്വയം ഉയരാൻ, അതായത് മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ട് സ്വയം ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന 119 പേരാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആം ഐ റൈറ്റ്? മെസ്സേജ് ചെയ്യൂ, ആം ഐ റൈറ്റ്? അതായത് നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട് സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. യെസ്, ശശികുമാർ സാർ യെസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രസന്നകുമാരി മാഡം യെസ്, ഓൾവേസ് 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 യു ആർ ഓൾ പ്രസന്റ് ഇൻ ദ മീറ്റിംഗ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഓക്കെ. അപ്പോ നമ്മൾ RCMകാരാണ്. നമ്മൾ RCMൽ വന്നിട്ടുള്ളത് മറ്റുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ട് വിജയം കൈവരിക്കാനാണ്, അല്ലെ? ഇത്രയും മഹത്തായ സിസ്റ്റം. ലോകത്തിൽ ഒരുപാട് കോടീശ്വരന്മാരുണ്ട്, ഇല്ലേ? ലോകത്തിൽ ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. പക്ഷേ RCM എന്ന ഈ ഒരു ബിസിനസ്, ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് ഉണ്ടെങ്കിൽ പോലും, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സുകൾ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും RCM എന്ന ഈ ഒരു സംവിധാനം വ്യത്യസ്തമാകുന്നത് അവിടെയാണ്. നമുക്ക് ഇവിടെ ഒരാളെ വിജയിപ്പിക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. സോ ഈ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് എങ്ങനെ വിജയിക്കാം, നമ്മുടെ കൂടെയുള്ളവരെ എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് സക്സസ് ആവണം. അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ RCMൽ നിലനിൽക്കണം. എങ്ങനെ നിലനിൽക്കണം? അത് ഒരൊറ്റ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? ഒറ്റ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്? RCMലെ ഉൽപ്പന്നങ്ങളല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക. ആ ഒരൊറ്റ തീരുമാനം നമ്മളെ RCMൽ നിലനിർത്തും, അല്ലെ? അതായത് ഇവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികളും, ഓരോ ആളുകൾ മുഖേന, ഓരോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് മുഖേന വന്നവരാണ്. അപ്പോ നിങ്ങൾ ഓരോരുത്തർക്കും ഈ പ്രൊഡക്റ്റുകളിലുള്ള വിശ്വാസമാണ് നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ആദ്യമായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കാരണം അത് കൊണ്ടുവന്നു തന്ന ആളിലുള്ള വിശ്വാസം. ആ ആള് നിങ്ങൾക്ക് അത് കൊണ്ടു തന്നു, നിങ്ങൾക്ക് ഈ ഒരു അവസരം പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, നിങ്ങൾ ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ഇത് പ്രൊഫഷനായിട്ട് ഏറ്റെടുത്തു തുടങ്ങി. ഇനി നിങ്ങളുടെ വിജയമാണ് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ആക്റ്റീവ് എഫക്റ്റീവ് കെയറിംഗ് ലീഡറുടെ വിജയം. ആം ഐ റൈറ്റ്? ആയിരിക്കും. യെസ്, അതെ, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ വിജയമാണ് നമ്മുടെ ആക്റ്റീവ് എഫക്റ്റീവ് കെയറിംഗ് ലീഡറുടെ വിജയം. അപ്പോ നമ്മൾ ആദ്യം വിജയിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, 100% നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ അല്ലാത്തത് സാഹചര്യവശാൽ ഉപയോഗിക്കേണ്ടി വന്നാൽ മാത്രം, അല്ലാതെ ഉള്ളപ്പോ 100%. പല മീറ്റിങ്ങിലും ഞാൻ ജസ്റ്റ് എന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. പല മീറ്റിങ്ങിലും ലീഡേഴ്സ് എല്ലാവരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്നുണ്ട്, നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട്. എന്റെ കയ്യിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. പക്ഷേ ഞാൻ ഒരു മാസം മുൻപ് നടന്ന ഒരു ഇൻസിഡന്റിന് ശേഷം ഞാൻ ആ കൂളിംഗ് ഗ്ലാസ് വെക്കാറുണ്ട്. ഞാനിത് വെച്ച് നല്ല സ്റ്റൈലിൽ ഒരു സ്ഥലത്ത് പോയി. അപ്പോ RCMനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കൂളിംഗ് ഗ്ലാസ് RCMന്റെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ കൂളിംഗ് ഗ്ലാസ് RCMന് ഇല്ല. അപ്പൊ ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി RCMൽ കൂളിംഗ് ഗ്ലാസ് വന്നിട്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുള്ളൂ. അപ്പോ അങ്ങനെ ഒരു തീരുമാനം കൂടി ഞാൻ എടുത്തു. അപ്പോ എന്നും 100% നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആണ് നമുക്കിത് വിജയിക്കാൻ പറ്റുക. ഇനി നമ്മളിത് 100% ഉപയോഗിച്ചു. നമ്മളിത് ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റൂ? ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് നമ്മൾ RCMലൂടെ വന്നു, നമ്മൾ RCM പ്രൊഡക്ട്സ് ഉപയോഗിച്ചു, നമുക്ക് 100% പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിലൂടെ നമുക്ക് ഹെൽത്ത് കിട്ടി. ഇടയ്ക്കിടയ്ക്ക്, അതായത് 6 months ഗ്യാപ്പിന് നമുക്ക് ഫ്രീ പ്രൊഡക്ട്സ് കിട്ടി. ഇറ്റ്സ് ഓൾ ഗുഡ്, ഇറ്റ്സ് ഓൾ പെർഫെക്റ്റ്. പക്ഷേ RCMൽ വിജയിക്കണമെന്നെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? അത് മറ്റുള്ളവരിലേക്ക് പറയണം, മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്തിക്കണം. നമുക്ക്
ഉപയോഗിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോ നമ്മൾ ഉപയോഗിക്കുകയാണ്, നമ്മൾ 100% ഉപയോഗിച്ചു, നമ്മളെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി, നമ്മൾ ഇത് കഴിഞ്ഞ് മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തി? ഇത് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. അതായത് അല്ലെങ്കിൽ നമ്മളിത് എന്താ പറയാ, ഈ ഒരു ബിസിനസ് ആയിട്ട് വരുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുന്നത് ഇത് സെയിൽസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ സെയിൽ ചെയ്യാണ്. അപ്പൊ സെയില് എനിക്ക് അത്ര അങ്ങോട്ട് പറ്റില്ല. ഇത് ഞാനും മുന്നേ വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. സെയില് എനിക്ക് അത്ര പറ്റില്ല. കാരണം എന്താ, എനിക്ക് അത്ര വാക്ചാതുര്യം ഇല്ല. എനിക്ക് അങ്ങനെ ആളുകളെ പറഞ്ഞ് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ലതുപോലെ സംസാരിക്കാൻ പറ്റില്ല. എനിക്കൊരു നല്ല ഫേസ് ഇല്ല. എനിക്ക് നല്ലൊരു ചിരിക്കുന്ന മുഖം അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫേസ് ഇല്ല. ഞാൻ ഫോട്ടോ ജീനിക്കല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമ്മള് പറയും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു നല്ല വസ്ത്രം വാങ്ങി അല്ലെങ്കിൽ നമ്മളൊരു നല്ല സിനിമ കണ്ടു, നമ്മളിത് മറ്റുള്ളവരടുത്ത് പറയുന്നുണ്ട്, ഇല്ലേ? നമ്മൾ മറ്റുള്ളവരടുത്ത് ഇത് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ മറ്റുള്ളവരടുത്ത് ഇത് പറയുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്റെ മുഖം നല്ലതല്ല, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് പറഞ്ഞാൽ ഞാൻ ശരിയാവില്ല, നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാറില്ല, ഇല്ലല്ലോ. ചിന്തിക്കാറുണ്ടോ ആരെങ്കിലും? അതായത് ഒരു നല്ലൊരു സിനിമ കണ്ടു, ഈ അടുത്ത് ഇറങ്ങിയ ഒരു മൂവി നമ്മൾ കണ്ടു, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല പടമാണെന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പറയാൻ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞത് അവന് ഇഷ്ടപ്പെടുമോ, ഞാൻ പറഞ്ഞ ഞാൻ പടം പോയി കാണും, നമ്മൾ ചിന്തിക്കാറുണ്ടോ? പ്ലീസ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണോ? ചിന്തിക്കാറില്ല. ആരും അങ്ങനെ ചിന്തിക്കില്ല. എന്തുകൊണ്ടാ? നമ്മുടെ ഇമോഷൻ അവിടെ കണക്ട് ആയി. അതായത് നമ്മൾ കണ്ട മൂവി, അതിലെ ക്യാരക്ടേഴ്സ് നമ്മളായിട്ട് മാറിയപ്പോ, നമ്മളുടെ ഇമോഷൻസ് കണക്ട് ആയപ്പോ നമ്മൾ അതില് നമ്മളെ തന്നെ കണ്ടു, നമ്മളത് പറഞ്ഞു. ഇതുപോലെ RCMലെ ഓരോ ഉൽപ്പന്നങ്ങളുമായിട്ട് നമുക്കൊരു ഇമോഷൻ ഉണ്ടായിരിക്കും. ആട്ടപ്പൊടി ആയിട്ട് വരെ നമുക്കൊരു ഇമോഷൻ ഉണ്ടായിരിക്കും. ആട്ടപ്പൊടിയിൽ പൊറോട്ട കഴിക്കുമ്പോ അത് ധൃതി പിടിച്ച് നമ്മുടെ ആട്ടയിൽ ഉണ്ടാക്കുന്ന പൊറോട്ടയോ ചപ്പാത്തിയോ കഴിക്കുമ്പോൾ ധൃതി പിടിച്ച് വെപ്രാളത്തില് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിക്കരുത്. നല്ലതുപോലെ ഒരു അലിഞ്ഞ് ചേർന്ന് കഴിക്കണം. നമ്മൾ പരസ്യത്തിലൊക്കെ കാണാറുണ്ടല്ലേ, ഡയറി മിൽക്കിന്റെ പരസ്യത്തിലൊക്കെ ഡയറി മിൽക്ക് ഇങ്ങനെ കഴിച്ച് ആ ഒരു ഫീലിങ്ങോട് കൂടി നമ്മൾ കഴിക്കണം. നമ്മൾ അറ്റാച്ച്മെന്റോട് കൂടി കഴിക്കണം. അങ്ങനെ വരുമ്പോ നമുക്ക് പറയാൻ ഒരു മടി ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ പ്രണയമാണ് ആ പ്രൊഡക്റ്റിനോട്. ആ പ്രണയത്തോടു കൂടി നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു മടുപ്പ് തോന്നില്ല. തോന്നാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയില്ല. അപ്പോ രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റുമായിട്ട് ഒരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, ഹിയർ ഈസ് എ ബുക്ക്. നമ്മളുടെ കയ്യിൽ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉണ്ട്, ഇല്ലേ? ഇതുള്ളവരാണല്ലോ എല്ലാവരും. പ്ലീസ് ടെക്സ്റ്റ് മീ. എല്ലാവരുടെയും ഉണ്ടല്ലോ ഈ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക്. ഇത് എല്ലാവരുടെയും ഇല്ലേ? ഈ പ്ലാൻ ബുക്ക് ഇതാ ഇങ്ങനെ മറച്ചു പിടിച്ച് ഇത് ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. ഉള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ തുറന്നു പിടിച്ച് കാണിച്ചു കൊടുക്കാം. അവർക്കിത് കൊടുക്കാം, അവർക്കിത് വായിക്കാനായിട്ട് കൊടുക്കാം. ഇത് വായിച്ചു കഴിഞ്ഞാൽ അവരിതിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ചോദിക്കാതിരിക്കും. ഇത് നമുക്ക് കമ്പനി തന്നിരിക്കുന്ന ഒരു ടൂളാണ്. ഈ ഒരു ടൂള് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇസ് ദാറ്റ് കറക്റ്റ്? ലക്ഷ്മി, ഇസ് ദാറ്റ് കറക്റ്റ്? ശരിയല്ലേ? ഈ മാർക്കറ്റിംഗ് പ്ലാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉപയോഗിച്ചിട്ട് എത്ര പേര് പ്രൊഡക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്? ഞാൻ ചെയ്തു തുടങ്ങിയിട്ട്, ഞാനൊരു സ്റ്റാർ ഗോൾഡ് അച്ചീവർ ആണ്, സത്യസന്ധമായിട്ട് പറയാം. ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയിട്ട് 3 മാസം. കറക്റ്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയിട്ട് 3 മാസം. ഈ 3 മാസത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട് വളരെ വലുതാണ്. ബിക്കോസ് ഇറ്റ്സ് ദ പവർ ഓഫ് എ ടൂൾ. നമ്മുടെ കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ഇതിന്റെ അവസാനത്തെ പേജ് വരെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ, നോ ഡൗട്ട് യുവർ പീപ്പിൾ വിൽ കം ആഫ്റ്റർ യു. അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം ഈ അടുത്ത് ഒരു 4-5 മാസം മുൻപ് ഞാൻ അർജുൻ സാറിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, സാർ എനിക്കിപ്പോ പണ്ടത്തെ പോലെ ജോയിൻസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല.
പക്ഷെ സാറെന്ന് പറഞ്ഞു എല്ലാം ശരിയാവും ബിജേഷ്. ബിജേഷ് ഒന്ന് ആലോചിക്കും, ബിജേഷിന്റെ ഭാഗത്ത് എന്താണ് കുറവ്. ആ ഒരു കുറവ് നികത്തി കഴിഞ്ഞാൽ ബിജേഷിന് ജോയിനിങ്സ് വരും എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയപ്പോ ടൂൾസ് ഞാൻ അധികം കാണിച്ചു കൊടുക്കാറില്ല ആളുകൾക്ക്. ടൂൾസ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നത്. അതിപ്പോ മൊബൈൽ ത്രൂ ആയിക്കോട്ടെ, ത്രൂ ബുക്കുകളായിക്കോട്ടെ, ത്രൂ വീഡിയോസ് ആയിക്കോട്ടെ, ഇത് ഷെയർ ചെയ്യല് കുറച്ച് കുറവായിരുന്നു. പക്ഷെ ഇത് ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് വളരെ വലുതാണ്. ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ, അതായത് ഈ ബുക്ക് കാണിച്ചു കൊടുത്തപ്പോൾ, ഈ ബുക്കിലുള്ള പ്രൊഡക്റ്റുകളെ പറ്റി കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഓർഡറുകൾ വളരെ വലുതാണ്. ഇന്ന് ഇങ്ങനെ, അതായത് സക്സസ് ആവാനുള്ള ഒരു മൂന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയും. ദാറ്റ് ഈസ് ടൂൾസ്. ഈ ടൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഈ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആളുകളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ടൂൾസിലെ ഏറ്റവും ഇന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ടൂളാണ് ഈ ഒരു ടൂൾ കണ്ടിട്ടുണ്ടോ? കീസോളിന്റെ ഒരു ടൂൾ ഉണ്ട്, ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളതാണ്. നമ്മളുടെ പ്രൊഡക്ട്സിന്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, കീസോളിന്റെ പ്രൊഡക്റ്റ് പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. എന്റെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് സ്റ്റേഷനറി ഷോപ്പാണ്, അവിടെ കോസ്മെറ്റിക്സ് അത്യാവശ്യം വെക്കുന്നു. ഞാന് ഇന്ന് ഈ ഒരു ടൂള് കാണിച്ചു കൊടുത്തു. ഈ ഒരു ടൂള് ജസ്റ്റ് കാണിച്ചു കൊടുത്തു. ഇതിൽ വരുന്ന, അതായത് അവർ എന്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇവിടെ കളർ ഷെയ്ഡുകൾ ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നത്, എനിക്കിത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ കളർ ഷെയ്ഡുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയിക്കണം. അപ്പോ ലിപ്സ്റ്റിക്കിന്റെയും അതുപോലെ തന്നെ നെയിൽ പോളിഷിന്റെ ഒക്കെ കളർ ഷെയ്ഡ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഉള്ള ഒരു വിശകലനം ഇവിടെ ഉണ്ട്. ഷെയ്ഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആ ഷോപ്പിൽ വെക്കുന്നതോടൊപ്പം പ്രൊഡക്റ്റുകൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് ഓൾറെഡി അവിടെ കുറച്ചായിട്ട് വെക്കുന്നുണ്ട് കീസോളിന്റെ, ഇനി ഈ ഒരു ടൂള് കൂടി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന റിസൾട്ട് മാർവലസ്. കാരണം ഒരു സെന്ററിലാണ് ഈ ഷോപ്പ്, അവിടെ നല്ല തിരക്കാണ്. ഈ ഒരു ടൂൾ അവിടെ വെച്ചു, ഈ ടൂൾ അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ട് കുറച്ച് പ്രൊഡക്ട്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് ആളുകൾ ഒന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് തുറന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവരത് വായിച്ചു നോക്കും. മേക്കപ്പിനോട് താല്പര്യം ലേഡീസിന് വളരെ കുറവാണ്. അപ്പോ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റുകൾ അവിടെ ഈസി ആയിട്ട് പോകും. ഇത് നമുക്കും ചെയ്യാം. നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തും എല്ലാ സെഗ്മെന്റിലും ഓരോ പ്രൊഡക്റ്റ് വെക്കുക, ഒപ്പം അതിന്റെ ടൂള് നമ്മുടെ കയ്യിൽ വെക്കുക. ഈ ടൂള് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ എളുപ്പമാണ്. കാരണം ഈസി ആയിട്ട് നടക്കും. അത് 100%. കാരണം പ്രവർത്തിച്ചു കഴിഞ്ഞ് റിസൾട്ട് ഉണ്ടായി ഇന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് സാറിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു ഡേറ്റ് വാങ്ങിച്ചത്. ഒരുപാട് ശബ്ദത്തിൽ സംസാരിക്കാൻ ഒരു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് RCM കിട്ടുന്ന സാധ്യത, ആ സാധ്യത നമ്മൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ടൂള് നമ്മുടെ കമ്പനി ഇറക്കിയല്ലേ, നോക്കൂ, ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ടൂള്. ഡാസ്ലറിനും അങ്ങനെയുള്ള ഒന്നിനും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ടൂള് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതില് ഈ ഇത് കാണിച്ചു കൊടുത്ത സമയത്ത് അവർ ഓൾറെഡി കൺവിൻസ്ഡ് ആയി. നാളെ തന്നെ എനിക്ക് 2 ബുക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആളുടെ കസിൻ സിസ്റ്ററിന്റെ ഷോപ്പിലേക്ക് കൊടുക്കാനും ഒന്ന് ആളുടെ ഷോപ്പിൽ വെക്കാനായിട്ട്. അപ്പോ ഇത്രയും എഫക്ട് ഉണ്ട്. ഇത് നമ്മൾ കാണിച്ചു കൊടുത്താലാണ് ആളുകൾ. ഈ ടൂള് വന്നിട്ട് ഇപ്പോ ഐ തിങ്ക് ഞാൻ ഇത് പുത്തൂർ ഷോപ്പിൽ പോയപ്പോ കണ്ടതാണ്. കണ്ട ഉടനെ ഞാൻ വാങ്ങിച്ചു. കാരണം എനിക്ക് ടൂളിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങി. ഇനി നമ്മളുടെ കയ്യില് മറ്റൊരു ടൂൾ ഉണ്ട്. നമ്മളെല്ലാവരും ഒരു മിഷനിലാണ് അല്ലെ, മിഷൻ 15 crore. അതായത് 15 കോടി സ്ത്രീകളിലേക്ക് ന്യൂട്രിചാർജ് വുമൺ എന്ന ഉൽപ്പന്നം എത്തിക്കാനുള്ള ഒരു മിഷനിലാണ്. മുൻപ് ഒരു 2.5 മാസം മുന്നേ വരെ, കല്യാണം കഴിഞ്ഞ ടൈമിൽ കുറച്ച് നാൾ ഫീൽഡിലേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ അതിന് മുന്നേ വരെ എനിക്ക് ന്യൂട്രിചാർജ് വുമൺ സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യും, പക്ഷെ ഹെക്റ്റിക് ടാസ്ക് ആയിരുന്നു. 1/2 മണിക്കൂർ 1 മണിക്കൂർ ഒക്കെ എടുത്തിട്ട് വേണം എനിക്ക് സെയിൽ ചെയ്യാൻ. ബിക്കോസ് ഒരു കാര്യം, ഞാൻ ഒരു മെയിലാണ്. ഒരു മെയിലിന് ഫീമെയിലിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ബട്ട് എന്നാലും അമ്മ കൂടെ, അതായത് ഗീത മാഡം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സെയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ അത്രയും അധികം ടൈം എടുക്കേണ്ടി വരാണ്. സ്കാനിങ് ഒന്നും ചിലപ്പോൾ ചിലർ സമ്മതിക്കാറൊന്നുമില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ അവര് പലരും സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പൊ ആ സ്കിപ്പായി പോയവരുടെ ലിസ്റ്റ് എടുത്തിട്ട്
നമ്മുടെ ന്യൂട്രിചാർജ് വുമന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ടൂള് വന്നിട്ടുണ്ട്. ഈ ഒരു ടൂള് ഞാൻ അവിടെ ചെന്ന് ഞാനും എന്റെ വൈഫും കൂടി പോയി. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അമ്മയാണ്. ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന വീട്ടില് സാധാരണ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മ ഒരു വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നും നടക്കില്ല, തിരിച്ചു വരും അല്ലേ? പക്ഷെ ഞങ്ങൾ കോളിംഗ് ബെൽ അടിച്ചു, ഞങ്ങളെ അവര് വിളിച്ച് വീട്ടിൽ കയറ്റി, ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വെള്ളം തന്നു. ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവര് കാര്യങ്ങൾ കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞു. അവസാനം സംസാരിച്ച് വന്നപ്പോ നല്ല എന്താ പറയാ, ഞങ്ങളെ മക്കളെ പോലെ കണ്ടു തുടങ്ങി. അപ്പൊ എന്താ കുട്ടികളെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പോവാം എന്ന് വെച്ചാൽ നമ്മളൊരു ജസ്റ്റ് ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ കുട്ടികളെ എനിക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്താ ഉള്ളത് ചോദിച്ചു. അപ്പൊ ഞാൻ വൈഫിനെ കൊണ്ട്, പെൺകുട്ടികളെ അവർക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ വൈഫിനെ കൊണ്ട് അവരുടെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യിപ്പിച്ചു ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട്. ആ ടൂൾ ഉപയോഗിച്ച് ഞാൻ അവരെ ചെക്ക് ചെയ്യിപ്പിച്ചപ്പോ വൈഫാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അമ്മയെന്നൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അവര് കൺവിൻസ് ആയി. അവര് ഉൽപ്പന്നം വാങ്ങിയെന്ന് മാത്രമല്ല, അവര് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് മെസ്സേജ് ഇട്ടു, എനിക്കിപ്പോ നല്ല ഉന്മേഷം ഉണ്ട്. കാരണം അവര് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ആ ഒരു മൂഡ് മാറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കൈകൊട്ടിക്കളിയും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോ ആദ്യമൊക്കെ കളിച്ചപ്പോൾ ചെറിയ ചെറിയ വേദനകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് കഴിക്കുമ്പോൾ വളരെ ഉഷാറായിട്ട് ഞാൻ കളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മുട്ടുവേദനയൊക്കെ ഒരുവിധം ഭേദമായി വന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരൊറ്റ ടൂൾ കൊണ്ട് എനിക്ക് അവരിലൂടെ തന്നെ എനിക്കൊരു 3 റെഫറൻസ് വേറെയും കിട്ടിയിട്ടുണ്ട്. അപ്പോ ടൂൾസിന്റെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് നമ്മുടെ സക്സസിന്, അല്ലെ? നമ്മൾ വെറുതെ ഇപ്പോ നമ്മൾ പറയാണ്, നമ്മള് ഇങ്ങനെയൊക്കെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് നമ്മൾ പോണു, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറയുന്നു. അറ്റ്ലീസ്റ്റ് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഒരു കയ്യിൽ ഒരു ടൂള് പോലും ഇല്ലെങ്കിൽ ആളെങ്ങനെ സാധനങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ ആൾക്ക് എന്ത് മനസ്സിലാവും? അപ്പോ എപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മുടെ ഈ ഒരു ടൂള് കരുതുക. ഇത് നിങ്ങളെ വിജയത്തിൽ എത്തിക്കും. ഇനി 4-മത്തെ കാര്യം, ഇത് ആദ്യം പറയേണ്ട ഒരു കാര്യമാണ്, എന്നാലും ഞാൻ ഇപ്പോ വീണ്ടും എടുത്തു പറയാണ്. ഹോം മീറ്റിംഗ് സക്സസ് ആവാനുള്ള ഒരു മെയിൻ കാര്യമാണ്. കാരണം ആദ്യം തന്നെ നമ്മൾ ഒരു ഹോം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. 2, അത് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ടൂള്. ഷെയർ ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഹോം മീറ്റിംഗിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലായി. നമ്മൾ ഹോം മീറ്റിംഗ് വെക്കുക. ഹോം മീറ്റിംഗ് അവിടെ വെക്കും, നമ്മുടെ സ്വന്തം വീട്ടിൽ വെക്കും. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മളൊരു 10-12 പേരൊക്കെ വിളിച്ചു കൂട്ടി ഒരു ഹോം മീറ്റിംഗ് വെക്കും. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹോം മീറ്റിംഗ്? ഹോം മീറ്റിംഗിന്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൂടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഹോം മീറ്റിങ്ങുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഹോം മീറ്റിംഗ് എടുക്കാൻ നാളെ അർജുൻ സാറിന്റെ ഐ തിങ്ക് വെള്ളിയാഴ്ച ഹോം മീറ്റിംഗിന് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റാർ ആൻഡ് അബോവ് അല്ലെങ്കിൽ ഓപ്പണർ ആൻഡ് അബോവ് ഉള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഹോം മീറ്റിംഗിന് പലരും പല മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു 6 മാസമായിട്ട് ഹോം മീറ്റിംഗ് കിട്ടാറില്ല. ടു ബി ഫാക്ട്, ഞാൻ ഇന്ന് പറയുന്നതൊക്കെ ഫാക്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു 6 മാസമായിട്ട് എനിക്ക് ഹോം മീറ്റിംഗ് കിട്ടാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ജോയിൻ ചെയ്ത് കഴിഞ്ഞു സാറേ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കണം. ആ മീറ്റിംഗ് കേട്ട് കഴിഞ്ഞാൽ സാറിന് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയുന്ന ഒരു മറുപടിയാണ്, അയ്യോ മീറ്റിംഗ് ഒന്നും ശരിയാവില്ല, വീട്ടില് ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്, അല്ല അമ്മ വയ്യാണ്ട് കിടക്കാണ്, അച്ഛന് തളർവാതാണ്, എനിക്ക് അതൊന്നും പറ്റില്ല, മീറ്റിംഗ് ഒന്നും വേണം, ഞങ്ങൾ എല്ലാ മാസവും വാങ്ങിക്കോളാം, 1500 രൂപ ഞങ്ങൾ എല്ലാ മാസവും വാങ്ങിച്ചോളാം, അത് ഉറപ്പ്, 1500 രൂപ ഞങ്ങൾ എല്ലാ മാസവും വാങ്ങും, വേറെ മീറ്റിംഗ് ഒന്നും വേണ്ട, അയ്യോ അതിനൊന്നും മെനക്കെടുത്തല്ലേ. ഇങ്ങനെയാണ് എനിക്ക് മറുപടി കിട്ടാറ്. പക്ഷെ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച അർജുൻ സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, രാത്രി 8:30. ആ ക്ലാസ്സിൽ സാറ് പറഞ്ഞൊരു പോയിന്റ് ആണ് എനിക്ക് പിന്നീട് ഒരു ദിവസം ഒരു ഹോം മീറ്റിങ്ങിന് അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള കാരണം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞു, ആളുകൾക്ക് മറ്റുള്ളവർ സഹായം ചോദിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ ഒരു മടിയില്, മീൻസ് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യും. കാരണം സഹായം കൊടുക്കുക എന്നുള്ളത് നമ്മൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭാവനയായിട്ട് നമ്മൾ വെറും കൈയോടെ വിടില്ല, എന്തെങ്കിലും ഒരു രൂപ കൊടുക്കും, ഒരു 10 രൂപയ്ക്ക് 10 രൂപ നമ്മൾ കൊടുക്കും. അപ്പോ ഈ സഹായം എന്നുള്ള പോയിന്റ് എന്റെ മൈൻഡിൽ ക്ലിക്കായി. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുടെ അടുത്ത് ഞാനൊരു മെസ്സേജ് ഇട്ടു, മാഡം നമസ്കാരം, ഞാൻ മാഡത്തിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ മാഡത്തിന് മെസ്സേജ് ഇട്ടത്, മാഡം ഇപ്പൊ ഫ്രീ ആണോ എന്ന് ചോദിച്ചു.
അപ്പൊ തന്നെ മെസ്സേജ് ചെയ്തു, സാർ ഫ്രീ ആണ് പറഞ്ഞോളൂ. മാഡം ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്. അതായത് പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയ ആളുകൾക്ക് ആ പ്രൊഡക്റ്റിന്റെ അവയർനെസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഉറപ്പുവരുത്താനായിട്ട് നമുക്കൊരു മീറ്റിംഗ് എടുക്കണം. ആ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കൂടുതൽ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഇരുന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങളുടെ ലീഡേഴ്സ് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം റൂൾ ഉണ്ട്. അപ്പൊ മാഡത്തിന് എന്താണ് കംഫർട്ടബിൾ ആവാന്ന് ചോദിച്ചു. അപ്പൊ സാറേ ഞാൻ എന്താ ചെയ്യേണ്ടത്, വീട്ടിൽ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടത് സാറ്, ഈ 18-ാം തീയതി വന്നോളൂ, ഞാൻ ഫ്രീ ആണ്. ഞാൻ സാധാരണ ഹോം മീറ്റിംഗ് എടുക്കണം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അവർ ഇങ്ങോട്ട് ചോദിച്ചു, സാറേ ഞങ്ങൾ മാത്രം മതിയോ അതോ വീടിന്റെ അടുത്തുള്ള ആളുകൾ ആരെങ്കിലും ആവശ്യമുണ്ടോ, അതായത് ഫോട്ടോ എടുക്കും കുറച്ചും കൂടി ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം പറ്റാവുന്ന വിളിച്ചാൽ വരുന്ന ആളുകളെ ഒന്ന് വിളിച്ചോളൂ, അവരെ ഇരുന്നോട്ടെ, ഒരു 4-5 പേരുള്ളത് നല്ലതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് പോയി മീറ്റിംഗ് എടുത്തു. അവര് അന്ന് തന്നെ ഒരു 1000 രൂപയുടെ പർച്ചേസ് അന്ന് വീണ്ടും എക്സ്ട്രാ ചെയ്തു. ന്യൂട്രിചാർജ് വുമൺ അവര് ഈ ബുധനാഴ്ചയാണ് അവർ പർച്ചേസ്, വ്യാഴാഴ്ചയാണ് അവർ ന്യൂട്രിചാർജ് വുമൺ വെച്ചുമേ അതുപോലെ അവളുടെ ഹസ്ബൻഡിന് ആവശ്യമായിട്ടുള്ള മാനും കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ളത് പറഞ്ഞു. അപ്പോ നമ്മള് സാധാരണ പറയുന്നതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോ ഹോം മീറ്റിംഗ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് അല്ലെ. ഹോം മീറ്റിംഗിലൂടെയാണ് നമുക്ക് പുതിയ ആളുകളെ കിട്ടുക. അത് മാത്രമല്ല ഈ ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അവർ ഒരു റെഫറൻസ് കൂടി തന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മളെപ്പോഴും മീറ്റിംഗ് എന്നുള്ളതിന് പകരം ഒരു സഹായം ചോദിക്കുക, ഒരു ഹെൽപ്പ്. മാഡം ഒരു ഹെൽപ്പാണ്, ഞങ്ങൾക്ക് ഇത് ഒരു റൂളായിട്ട് വന്നതുകൊണ്ടാണ്. ആ ഹെൽപ്പില് അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റുകളും അതിന്റെ വരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ റെഡിയാവും. JRCയും ഗുഡാർസിയും എല്ലാവരും ഉണ്ടല്ലോ അല്ലെ. അപ്പോ നമ്മള് കൃത്യമായിട്ട്, അതായത് ഈ ഹോം മീറ്റിങ്ങിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയാം. അതായത് നിങ്ങൾ ഒരു 10-40 പേരെ കൊണ്ടുവരണം, അല്ലെങ്കിൽ 10-40 പേര് വേണം, ഒരു 20 പേര് വേണം, 10 പേര് വേണം, അങ്ങനെ ഒന്നും പറയാതെ മേഡം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കമ്പനിയുടെ റൂളാണ്, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് ഒന്ന് വരാൻ ഒരു ഡേറ്റ് ഞങ്ങൾക്ക് തരണം, ഒരു സഹായമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് ഒരാളും പറയില്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. അതാണ് എന്ത് 4-മത്തെ നമ്മുടെ സക്സസിനുള്ള കാര്യം, ഹോം മീറ്റിംഗ്. ഹോം മീറ്റിംഗിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് 5-മത്തെ പോയിന്റിലേക്ക് എത്തുക. എന്താണ്, എപ്പോഴും നമ്മളുടെ ഒരു ധാരണയാണ്, ഒരു വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം 2000 രൂപ പർച്ചേസ് ചിലപ്പോൾ അത്രേ ചെയ്യുള്ളൂ. ഈ 2000 രൂപ പർച്ചേസ് അവർ ചെയ്ത് കഴിഞ്ഞു 700 സംതിങ് അല്ലെങ്കിൽ ഒരു 900 PV ആയി. ഇവരെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് തെറ്റ്, ഏറ്റവും വലിയ തെറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇവര് 2000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. നമ്മൾ 3-ാമത്തെ ദിവസം തൊട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു തുടങ്ങി, നിങ്ങൾ ഇത് 900 നിന്നിട്ട് കാര്യമില്ല, 1500 ചെയ്യും. നമ്മളിത് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഞാനിത് ചെയ്ത് കഴിഞ്ഞു ഇവൻ ഞാൻ ഈ 1500 എന്തിനാ ചെയ്യാൻ, എന്താ ആവശ്യമുള്ളത്, ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ, ഇനി കൂടുതൽ ബുദ്ധിമുട്ടി ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നൊക്കെയുള്ള ഒരു മൈൻഡ് അവർക്ക് വരും. പക്ഷെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്ത് അവര് വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. 6 മാസം അവർ തുടർച്ചയായിട്ട് പർച്ചേസ് ചെയ്യണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരും. അതും ഒരു 300 PV മേലെ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരും. ഒരു 300-400 PVക്ക് മേലെ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. ഇങ്ങനെ ഒരു 6 മാസം കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് 8-മത്തെ മാസം അവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയത് അറിയിച്ച് ആ പ്രൊഡക്റ്റ് ഷോപ്പിൽ വന്ന് വാങ്ങിക്കുമ്പോൾ അപ്പൊ പറയാം, മാഡം ചുരുങ്ങിയ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളൂ, അപ്പൊ തന്നെ ഇത്രയും രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് മാഡത്തിന്. അപ്പൊ മാഡത്തിന് കുറച്ചും കൂടി കൂടുതൽ കിട്ടാനായിട്ട് മാഡം ഒരു കാര്യം ചെയ്യും, മാഡം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി, കുറച്ച് പ്രൊഡക്റ്റ് ഓൾറെഡി വാങ്ങിയിട്ട്, അപ്പൊ അടുത്ത മാസം ഒരു മാഡം 1500 PVയിലേക്ക് ഒന്ന് ട്രൈ ചെയ്യും. 1500 PV എന്ന് പറയുമ്പോൾ മാഡം ഇപ്പൊ ഉപയോഗിക്കുന്നത് സാധാരണ ഉൽപ്പന്നമാണ്. എന്നിട്ട് നമ്മൾ ഈ ടൂള്, ചിലപ്പോൾ ചിലർക്ക് എപ്പോഴും ഈ ടൂള് വാങ്ങിച്ചാലും ചിലപ്പോ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു മൈൻഡ് അപ്പൊ സെറ്റ് ആയിരുന്നില്ല. അപ്പൊ ഈ ടൂളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അവർക്കുള്ള എന്തെങ്കിലും ഒരു ഒരു ഹെൽത്ത് ഇഷ്യൂ ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് മാഡം ഇതൊക്കെ കൂടി വാങ്ങും മാഡത്തിന് ഒരു 1500 PV കൂടി ആവും. അപ്പൊ മാഡത്തിന് 6 മാസം കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾ അല്ലാതെ മറ്റുള്ള ഉൽപ്പന്നങ്ങളും കൂടി ഒരു 1500 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇങ്ങനെ
പതുക്കെ 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 ചിലപ്പോൾ ചിലർക്ക് ഫാസ്റ്റ് ആയിട്ട് പറ്റും, പക്ഷെ എല്ലാവർക്കും ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചിലര് പറയുമ്പോഴേക്കും ചെയ്യുന്ന ആളുകളുണ്ട്, അവരോട് നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞോളൂ. അല്ലാതെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ആളുകളുണ്ടാവും, അവരോട് പതുക്കെ 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 അത് അവര് തന്നെ പറയും, സാർ എനിക്ക് ഇത്ര പറ്റും, ഓക്കെ മാഡം, മാഡം ഇത്ര ചെയ്തോളൂ. മാഡത്തിന് ഒരു 6 മാസം ഫ്രീ പ്രോഡക്റ്റ് കിട്ടുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, ഫ്രീ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാഡത്തിന് കുറച്ചും കൂടി ചെയ്യാൻ താല്പര്യമാണെന്ന് ചോദിക്കും. അപ്പൊ നോക്കാൻ സാറേ എന്ന് പറഞ്ഞാൽ ഫ്രീ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് പറയാം, മാഡം ഇനി അങ്ങോട്ട് കുറച്ചും കൂടി കൂടുതൽ ചെയ്യാം, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഫ്രീ പ്രോഡക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് 1500 PV-യിലേക്ക് എത്തിക്കും. ഇത് എല്ലാവരുടെ കാര്യത്തിലല്ല, ചില കസ്റ്റമേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അവരെ പതുക്കെ 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 ഇത് 2500 ആക്കി 5000 PV-യിലേക്ക് അവരെ കൊണ്ടുവരും. ഇപ്പോ നോർമൽ സെയിൽ ചെയ്യണം അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളുടെ അടുത്തേക്ക് ഈ ഒരു ഐഡിയ നമുക്ക് എഫക്റ്റീവ് ആയില്ല. കാരണം അവര് ഓൾറെഡി റെഡിയാണ്, 5000 PV ചെയ്യാൻ ഓക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ അതായത് നോർമൽ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ 1500 2500 ഒരു സ്ലാബ് മാക്സിമം ഒരു 5000 PV വരെ അവർ നിർത്തുക. അവര് കൂടുതലായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ അതൊന്നും ചെയ്തില്ലെങ്കിലും ആ 5000 PV കോൺസ്റ്റന്റ് ആണ്. ഇത് ചിലപ്പോൾ നമുക്കൊരു 12 മാസം ടൈം ഒക്കെ എടുക്കേണ്ടി വരും. നമ്മള് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യെ തിന്ന പനിയും തിന്നും. അതുപോലെ ഇത് ഞാൻ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ്. കാരണം എന്റെ ടീമിൽ ഒരാള് 2500 PV ഇങ്ങനെ നിൽക്കായിരുന്നു. ആൾക്ക് 2500 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളും കുറച്ചും കൂടി ചെയ്യാം, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5000 PV-യിലേക്ക് എത്താം. 5000 PV-യിലേക്ക് എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5000 രൂപ ഫ്രീ പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ അവരിപ്പോ 5000 PV എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5000 PV വെറും ഒരു കസ്റ്റമർ ആണ്, അവർ സെയിൽ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുള്ളൂ. പക്ഷെ അവർ ആ 5000 PV കൃത്യമായിട്ട് എല്ലാ മാസവും ഒരു 25 അവർക്ക് അതാ പറ്റുള്ളൂ. ഡയമണ്ട് ക്ലബ് അവർക്ക് പറ്റില്ല എന്ന് മുന്നേ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഫോഴ്സ് ചെയ്യാറുണ്ട്. അപ്പോ അവര് കൃത്യമായിട്ട് 5000 PV ഒരു 25-ാം തീയതിക്കുള്ളിൽ കറക്റ്റ് ആയിട്ട് അവർ ചെയ്യും. സോ അവിടെ നമ്മള് ബിസിനസ് ചെയ്ത് 25000 PV ചെയ്യണതും ഒരു 5000 PV എല്ലാ മാസവും നോർമലായിട്ട് വരുന്നതും നമ്മൾ വ്യത്യാസം. അപ്പോ ഇങ്ങനെ ആളുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അതാണ് 6ാമത്തെ പോയിന്റ്. നെവർ ഫോഴ്സ് എനി വൺ ടു ഡു മോർ. അവരുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് പതിയെ പതിയെ അവരെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഹോം മീറ്റിംഗ് ചെയ്യുക, അതുപോലെ ആളുകളെ പർച്ചേസിൽ കറക്റ്റ് PV വൈസ് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ഇനി 7ാമത്തെ ഒരു കാര്യമാണ്, നമ്മുടെ കൂട്ടത്തില് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഡിസ്പ്ലേ വാളിന്റെയും ഡയമണ്ട് ക്ലബിന്റെയും പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. ഇപ്പോ ഡയമണ്ട് ക്ലബ്ബ് ആദ്യത്തെ ഒരു മാസം നമുക്ക് 31-ാം തീയതിക്കുള്ളിൽ ചെയ്താൽ മതി. 31-ാം തീയതിക്കുള്ളിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ മാസവും നമുക്ക് 1 മുതൽ 10 വരെയുള്ള ഡേറ്റിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ ഈ ഡയമണ്ട് ക്ലബ്ബ് കറക്റ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് വരുന്ന ആളുകളെ കൊണ്ട് അതിന്റെ സാധ്യത പറഞ്ഞു കൊടുത്ത് ഡയമണ്ട് ക്ലബ്ബ് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുക. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവരത് ചെയ്യാനായിട്ട് റെഡി ആവുന്നത്. അപ്പോ ഡയമണ്ട് ക്ലബ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ് ടു സക്സസ് ഇൻ RCM. അപ്പോ ഏറ്റവും കൂടുതൽ ഡയമണ്ട് ക്ലബിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഇപ്പോ ഒരു കാര്യമുണ്ട്, നമ്മളിൽ പല ലീഡേഴ്സും വിചാരിക്കുന്നത് ഇവർക്ക് കാശിന് ആവശ്യമുണ്ട്, നമ്മളെ കൂടെ ജോയിൻ ചെയ്ത ആളുകൾക്ക് കാശിന് ആവശ്യമുണ്ട്, ഇവരെന്തായാലും ചെയ്യൂ. ഞാൻ എന്റെ ലീഡർ പറയാണ്ട് തന്നെ ചെയ്തിട്ടുള്ളൂ, അപ്പൊ എന്റെ കൂടെ വരുന്ന ആൾക്കാരും അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മള് അങ്ങനെ നോക്കാതെ കറക്റ്റ് ആയിട്ട് അവര് സെയിലിന് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. കാരണം എല്ലാവരും എല്ലാ ദിവസവും വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ സെയിൽ ചെയ്തു. പക്ഷെ നമ്മൾ അവിചാരിതമായിട്ട് അവരെ വീട്ടിൽ ചെല്ലുമ്പോഴോ നമ്മൾ കാണുക അവര് നമ്മുടെ ബൈറ്റ്സ് വരെയൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നു തുടങ്ങി. അപ്പോ സെയില് ചിലപ്പോ അവർക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷെ അവർക്കൊരു പേടിയുണ്ട്. അതാണ് അടുത്ത പോയിന്റ്. സെയിലില് നമ്മുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സിനെ കൊണ്ട് എങ്ങനെ സെയിൽ ചെയ്യിപ്പിക്കണം. അതായത് നമ്മൾ ഒരു ദിവസം അവിചാരിതമായിട്ട് ചെന്നിട്ട് അവരുടെ അടുത്ത് പറയാം, മാഡം ഈ മാസം മാഡത്തിന് എത്ര രൂപ RCM കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, ഞാൻ സഹായിക്കാം, ഞാൻ കൂടെ വരാം, മാഡത്തിന്റെ ആഗ്രഹം പറയും. അപ്പൊ അവരൊരു എമൗണ്ട് പറയും, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക, അവരുടെ കൂടെ ഇറങ്ങുക, ടൂൾ വെച്ച് ഇറങ്ങുക, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. ഒരു 5 വുമൺ നിങ്ങൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തോളൂ, ബാക്കി പ്രൊഡക്റ്റ് വേറെ. ഇത് ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അവരുടെ കൂടെ പോയിട്ട് ഒരു 3-4 ദിവസം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം ചെയ്തോളും. കാരണം എന്താ അറിയോ, കയ്യിൽ കാശ് വരുന്നത് കണ്ടാലാണ് ആളുകൾക്ക് ഇത് ചെയ്യാനുള്ള താല്പര്യം. ഇവിടെ ഇന്നലെ ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം നടന്ന അമ്പി ചേച്ചി,
ആളുടെ കാലിന് മുട്ടിന് വയ്യാതിരുന്ന സമയത്തും ഞാൻ ആളെ കൊണ്ട് 2-3 സ്ഥലങ്ങളിലേക്കൊക്കെ സെയിൽസിന് പോയിട്ടുണ്ട്. അവർക്ക് ആ സെയിൽസിന്റെ ബെനിഫിറ്റ് ഞാൻ കാണിച്ചു കൊടുത്തു. പക്ഷെ വുമൺ അവർക്ക് മറ്റുള്ളവർ പറയാൻ ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ അവിചാരിതമായ മീൻസ് അപരിചിതരായിട്ടുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെ പറയും ഈ ടൂൾ ഉപയോഗിച്ചിട്ട് എന്നുള്ളത് അവർക്ക് അറിയണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭാഗ്യവാനാണെന്ന് പറയുന്ന ഒരു കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു ദിവസം അവര് സ്വരാജ് ആർസിഎം ഷോപ്പിൽ രാജൻ സാറിന്റെ ഒരു മീറ്റിംഗിൽ പോയി. അന്ന് അവർ വുമൺ സെയിൽ ചെയ്യാനായിട്ട് ഈ ടൂൾ വെച്ചിട്ട് ഞാൻ ഈ ടൂള് കൊടുത്തതിന്റെ പിറ്റത്തെ ദിവസം അവരത് പോയി ആ ടൂള് വെച്ചിട്ട് അവർ സെയിൽ ചെയ്തു. അവര് തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പോ ഞാൻ കൂടെ കൊണ്ടുപോയത് ഉള്ള കോൺഫിഡൻസ് വേറെയുണ്ട്. പക്ഷെ അവർ ഒറ്റയ്ക്ക് പോയപ്പോ വേറെ ഒരു കോൺഫിഡൻസ്. അപ്പോ നമ്മൾ കൂടെ വരുന്ന ആളുകൾക്ക് ഈ ടൂളുകള് അതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് അവരെ ഫീൽഡിലേക്ക് ഇറക്കും. നമ്മളും ആദ്യം ഒന്ന് ഒപ്പം പോയി കഴിഞ്ഞാൽ അവരെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് അവരുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ അടുത്ത് പറയും. അതിലൂടെ ഡിസ്പ്ലേ വാൾ എന്നുള്ള ഒരു സംഭവം ഉരുത്തിരിയും. അതിലൂടെ അവിടെ ഒരു വലിയ രീതിയിലുള്ള ജോയിനിങ്സും അതുപോലെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം നടക്കാനായിട്ടും അവിടെ സാധ്യമാവും. ഇനി ഇത്രയും ഞാൻ പറഞ്ഞത് ബേസിക് സക്സസ് ആവാനുള്ള കാര്യങ്ങൾ. ഇനി ആർസിഎം ബിസിനസ്സിൽ സക്സസ് ആവണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മാറ്റി വെക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയത്? മടി, പേടി, നാണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവങ്ങളും 3 കൊണ്ടു നടന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. അപ്പോ നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കാനായിട്ട് നമ്മൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കും. അപ്പൊ ഈ മടി, പേടി, നാണം മാറ്റാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ മാറും. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് മാറുക. പിന്നെ ഇനി സക്സസ് ആവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നേരത്തെ ഇവിടെ കമന്റ്സിൽ പലരും പറഞ്ഞു അല്ലേ, ഫോളോ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദ ലീഡർ. ഇവിടെ എത്ര പേരുണ്ട് അങ്ങനെ ലീഡറിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ? കറക്റ്റ് ലീഡർ പറയുന്ന അതേപോലെ ചെയ്യുന്ന ആളുകൾ എത്ര പേര്? ഒന്ന് കമന്റ് ചെയ്യും. എല്ലാവരും ഉണ്ടോന്നും അറിയട്ടെ. കമന്റ് ചെയ്യും. എത്ര പേരുണ്ട് ലീഡർ പറയുന്നത് അപ്പാടെ അനുസരിക്കുന്ന? എത്ര പേരുണ്ട്? പ്ലീസ് കമന്റ്. ഞാൻ യെസ് ആണ് കേട്ടോ. ഞാൻ അർജുൻ സാർ പറയുന്നത് എല്ലാം അനുസരിക്കാറുണ്ട്. പറയൂ. സുഭാഷ് സാർ പറയുന്നത് അനുസരിക്കാറുണ്ട്, രാജൻ സാർ പറയുന്നത് ഒക്കെ അനുസരിക്കാറുണ്ട്. പറയൂ. എത്ര പേരുണ്ട്? രാധ മേഡം ഉണ്ട്. ബാക്കി ആരും ഇല്ലേ? സുജ മേഡം ഉണ്ട്. ഇനി ആരൊക്കെ ഉണ്ട്? ഓക്കെ. അപ്പോ നമ്മളെല്ലാരും നല്ല കുട്ടികളാ. എല്ലാരും ഫിനിക്സിലെ ആൾക്കാരാന്ന് തോന്നുന്നത്. അപ്പോ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞത് അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണ്ടേ? അവര് പറയുന്ന കാര്യങ്ങള് നല്ലതായിരിക്കും. ഇപ്പോ TCG ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലീഡേഴ്സ് പറയുന്ന മോശം കാര്യങ്ങളാണ് നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഒരാളല്ല നമുക്ക് ലീഡർ ഉള്ളത്, അതിന്റെ മുകളിൽ ലീഡേഴ്സ് ഉണ്ട്. ഇവരടുത്ത് ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. അപ്പോ ലീഡേഴ്സിനെ നമ്മൾ എപ്പോഴും അനുസരണയുള്ള കുട്ടികളായിട്ട് നമ്മൾ മാറണം. എങ്ങനെ അനുസരണയുള്ള കുട്ടികളാവുക? ലീഡർ പറയാണ് ഇന്ന സ്ഥലത്ത് മീറ്റിംഗ് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാനായിട്ട് തയ്യാറാണോ? അല്ല സാറേ, അത് പിന്നെ അന്ന് എനിക്ക് വേറൊരു കല്യാണം ഉണ്ട്, ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ള ഒഴിവുകളൊന്നും വേണ്ട. കാരണം കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരത്തെ സദ്യ കിട്ടും. ഈ സദ്യ എന്തും കിട്ടണമെങ്കിൽ ആശയം ചെയ്യണം. അപ്പോ ലീഡർ പറയാണ് താൻ ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ലീഡറിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാനായിട്ട് പറ്റും എന്നുള്ളതിന്റെ 100% ഉറപ്പുള്ള ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഇരിക്കുന്നത്. സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പൊസിഷൻ വൈസോ വരുമാനം വൈസോ ഒന്നുമല്ല. ഐ ആം ഹാപ്പി നൗ. ഞാൻ ഹാപ്പിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു ഉറപ്പില്ലാതെ കൃത്യമായിട്ട് ലീഡേഴ്സ് പറയുന്ന അനുസരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ടീമിൽ ജോയിനിങ്സ് വരുന്നുണ്ട്. ഇന്ന് പുതിയ ഡിസ്പ്ലേ വാളിന്റെ ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് ആക്റ്റീവായിട്ട്, എന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ടുള്ള ബോഡിയല്ല, പക്ഷെ ഐ ആം ഹാപ്പി കൺസിഡർ ടു പ്രീവിയസ് പെർഫോമൻസസ്. അതായത് മുന്നേ നടന്നിട്ടുള്ള എന്റെ ടീമിലെ പെർഫോമൻസ് വെച്ചിട്ട് ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഇന്ന് ഓരോ ആളുകളും വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ അവരിലേക്ക് അപ്ലൈ ചെയ്തപ്പോ, അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായപ്പോ, അവരുടെ കൂടെ ഞാൻ നിന്നപ്പോ അവര് ആക്റ്റീവായി. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എപ്പോഴും എന്താണെന്നറിയോ പ്രശ്നം? നമ്മളുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ചാടാൻ നിൽക്കുകയാണ് പുറത്തേക്ക്. അതായത് എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒരു ചാടരുത്. ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാം.
കഴിഞ്ഞ ഒരു വർഷം വെറും 15,000 രൂപ വരുമാനം കൊണ്ട് ഞാൻ RCB പിടിച്ചു. 15,000 രൂപ വരുമാനം. എനിക്ക് വേണമെങ്കിൽ നിർത്താമായിരുന്നു, പക്ഷെ ഞാൻ നിർത്തിയിട്ടില്ല. വൈ? ഐ ഹാവ് എ ഹോപ്പ്, ഐ ഹാവ് മൈ പ്ലാൻ ഫോർ 10 years. അതായത് സക്സസ് ആവണമെങ്കിൽ വി ഹാവ് ടു ഫേസ് മോർ സോറോസ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. സക്സസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. ധീരുഭായ് അംബാനി പ്രതീക്ഷ അല്ലെങ്കിൽ ആള് നേരിട്ടുള്ള അത്രയും കഷ്ടപ്പാട് മുകേഷ് അംബാനി നേരിട്ടിട്ടില്ല. മുകേഷ് അംബാനി നേരിട്ട അത്രയും കഷ്ടപ്പാട് എന്തായാലും ആളുടെ മോനുണ്ടാവില്ല. അപ്പോ ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ ഹൈറ്റിലേക്ക് എത്തും. അപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മുടെ ആ കഷ്ടപ്പാടിനപ്പുറം ഒരു സക്സസ് ഉണ്ടാവുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ RCB വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കുമ്പോൾ പോലും എനിക്കൊരു 1,00,000 മേലെ വരുമാനം കിട്ടുന്നുണ്ട്. ഒരു വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴാണ്. പക്ഷെ 1,00,000 മേലെ വരുമാനം കിട്ടുന്നുണ്ട്. ഇതേ സമയം ഞാനിത് നിർത്തി വേറൊരു ജോലിക്ക് പോകുമ്പോൾ എന്റെ സ്റ്റാർട്ടിങ് സാലറി വെറും 4,000, 5,000, ചിലപ്പോൾ 10,000 ആയിരിക്കും. പക്ഷേ ഞാൻ ഇതിൽ നിലനിന്നത് കൊണ്ട് ഇന്ന് ബോണസ് എന്നുള്ള രീതിയിൽ മറ്റൊരു വരുമാനം കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോ ഇവിടെ RCB സക്സസ് ആവാനുള്ള അടുത്തൊരു കാര്യമാണ് നമ്മളെപ്പോഴും ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലീഡേഴ്സിന്റെ തോളോട് ചേർത്ത് നിൽക്കുക, നമ്മളുടെ ടീമിനെ നമ്മളുടെ തോളിൽ ചേർത്ത് നിൽക്കുക. അതായത് ഒരാള് നന്നായി ചെയ്യുന്ന ഒരാള് പെട്ടെന്ന് ഡൗൺ ആയി പോകുമ്പോൾ അവരെ തഴഞ്ഞ് മറ്റാളെ നോക്കില്ല, അവരേനെയും കൂടി അവരുടെ അടുത്ത് പോയി കണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ കൂടെ കൊണ്ടുവന്ന് അവർക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെ അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ വേണം ചെയ്യാൻ. ഇനി ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അതായത് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും ഉണ്ട്, അവരെ നിങ്ങളൊന്ന് നോക്കൂ. അവർ ഏതെങ്കിലും ഒരു ബിഗിനർ, ഒരു അച്ചീവ്മെന്റ് പോലും ഇല്ലാത്ത വ്യക്തികളുടെ അടുത്ത് പോലും എത്ര സൗമ്യമായിട്ടും എത്ര സ്നേഹത്തോടു കൂടി പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ രാജൻ സാറൊക്കെ വരുന്ന സമയത്ത് നമ്മള് എനിക്ക് നിൽക്കുന്ന എന്തുകൊണ്ടാണ്? ആ ഒരു ബഹുമാനം ഉള്ളത് കൊണ്ടാണ്. അപ്പോ അത് അദ്ദേഹത്തിന്റെ ഒരു സക്സസ് ആണ്. പക്ഷെ ആ സക്സസ് മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. 15, 14, 12 വർഷം മുൻപ് മഴ നനഞ്ഞ് സ്കൂട്ടർ ഒതുക്കി വെച്ച് പിഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന രാജൻ സാറിനെ നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു രാജൻ സാറിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോകത്തുള്ള പല ഭാഗത്തുള്ള രാജ്യങ്ങൾ അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹിസ് ഡെഡിക്കേഷൻ ടുവേർഡ്സ് RCB. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നിന്നാലാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. എന്താണ് ഡെഡിക്കേഷൻ? ഡെഡിക്കേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം, ഞാൻ ഒറ്റ വാക്കി പറയാം. ഞാൻ ഇവിടെ വീട്ടിൽ പണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, ചത്താലും ഞാൻ RCB ചെയ്യും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. അതായത് ചത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ RCB ചെയ്യുള്ളൂ എന്ന് ഉറപ്പിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് സക്സസ് ആവും. കാരണം ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ഇതിന്റെ അനുബന്ധമാണ്. ബാക്കി പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇതിന്റെ അനുബന്ധമാണ്. നിങ്ങൾക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ചത്താലും നിങ്ങൾ RCB ചെയ്യുള്ളൂ എന്നുള്ളത് ഉറപ്പിക്കണം. ഇനി നിങ്ങൾ നിങ്ങളുടെ ടീമിൽ വരുന്നവരെ സക്സസ് ആക്കാനുള്ള കുറച്ച് വഴികൾ കൂടി ഞാൻ പറയാം. അതൊരു 2-3 പോയിന്റ്സ് ഉള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് രസകരമായിട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ടീമിലുള്ള ആളുകളെ എങ്ങനെ നമുക്ക് സക്സസിലേക്ക് കൊണ്ടുവരാം? അതിന് ആദ്യത്തെ പോയിന്റ്, ടീമിലുള്ള ആളുകളെ നമുക്ക് സക്സസിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യത്തെ പോയിന്റ് ആണ് അപ്രിഷിയേഷൻ. അതായത് അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്രിഷിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ജീവിതം തുടങ്ങി. പിറ്റത്തെ ദിവസം ഭാര്യ എണീറ്റ് ചായ കൊണ്ട് ഭർത്താവിന് കൊടുക്കുന്നു. ഈ സമയത്ത് ഭാര്യ ഭർത്താവിനെ നോക്കുന്നൊരു നോട്ടുണ്ട്. ചായ കുടിക്കുമ്പോ ഇവിടെ കല്യാണം കഴിച്ച എല്ലാവരും ഈ ഒരു നോട്ടം ഉണ്ടായിട്ടുണ്ടാവും. ആദ്യമായിട്ട് ചായ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു നോട്ടം. എന്തിനാണ് നോക്കുന്നത്? ഹസ്ബൻഡ് ചായ കുടിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഹസ്ബൻഡ് ചായ കുടിച്ചിട്ട് പറയണത് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും?
ആ എന്താ പറയാ വൈഫിന് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെയാണ് RCMല്. നമ്മള് ചെറിയൊരു കാര്യത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത്. ഇപ്പൊ പേഴ്സണലി ഞാൻ പറയട്ടെ, ഞാനൊരു ചെറിയ കാര്യം ചെയ്തിട്ട് അർജുൻ സാറൊക്കെ വന്നിട്ട് അടിപൊളിയായ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അന്ന് ഞാൻ ഇറങ്ങി പോയിട്ട് ഒരു 4-5 ഊണൊക്കെ സെയിൽ ചെയ്തിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഡോപ്പമീൻ അപ്പൊ ഹൈ പവറിലാണ്. ഈ അപ്രിസിയേഷൻ നമ്മൾ കൊടുക്കാൻ മടി കാണിക്കരുത്. ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ വടക്കാഞ്ചേരിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ് സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ റമീസ് സാർ. റമീസ് സാറിന്റെ ക്ലാസ്സുകൾ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്യാറ്. ഇപ്പൊ ഈ അടുത്ത് കുന്നംകുളത്ത് നടന്ന പ്രസന്റേഷൻ, ഇൻകം പ്ലാൻ പ്രസന്റേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ രീതി സത്യം പറയട്ടെ, എനിക്ക് അങ്ങനെ പറയണമെന്ന് സത്യമായിട്ട് ആഗ്രഹം തോന്നുന്നു. ആ ഇൻകം പ്ലാൻ പ്രസന്റേഷൻ എനിക്ക് പറയണത് സത്യമായിട്ടും ആദ്യമായിട്ട് എനിക്ക് ആഗ്രഹം തോന്നിയ ഒരു പ്രസന്റേഷനാണ് റമീസ് സാർ. അത് ഞാൻ റമീസ് സാറിന്റെ അടുത്ത് കൈ കൊടുത്ത കൺഗ്രാജുലേഷൻസ് അടിപൊളിയായിട്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം അതൊരു പീക്ക് ലെവൽ പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറയാണ്ട് ഞാൻ മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത മാസം അദ്ദേഹം ഒരു മീറ്റിംഗ് എടുക്കുമ്പോൾ എന്തെങ്കിലും കൂടുതൽ പോയിന്റ് കിട്ടും. ആ പോയിന്റ് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതുപോലെ നമ്മുടെ ടീംമേറ്റ്സിനായാലും നമ്മളെ ക്ലോസ് ലൈൻസിനായാലും നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യത്തിന് അപ്രിസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളർച്ച തന്നെ ഉണ്ടാവും. നമ്മൾ മനസ്സ് തുറന്ന് അപ്രിഷിയേറ്റ് ചെയ്താലാണ് അവര് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അപ്രിസിയേഷൻ തിരിച്ചു കിട്ടുള്ളൂ. ഇപ്പൊ ഞാനത് പറഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടായി. സത്യം പറയട്ടെ, അന്ന് റമീസ് സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഞാൻ പോയി പറഞ്ഞ ജോയിൻ നോക്കി. അപ്പോ നമ്മൾ അവനെ സന്തോഷിപ്പിക്കുമ്പോ പ്രകൃതി നമുക്ക് എന്ത് തരും? ഒരു സന്തോഷം കൂടി തിരിച്ചു തരും. അപ്പോ അപ്രിഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. അത് നിങ്ങളുടെ ടീമിനെ വളർത്താനായിട്ട് ഏറ്റവും കൂടുതൽ സാധിക്കും. നിങ്ങളുടെ ലീഡർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ അസോസിയേറ്റ് ബയേഴ്സ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ക്ലോസ് ലൈൻസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ, അമ്മ, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ അനിയത്തി, അനിയൻ ആരാണെങ്കിലും അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ, ഇത് RCMൽ മാത്രമല്ല ഫുൾ ഫാമിലിയിലാണ് ഞാൻ പറയുന്നത്, അപ്രിഷിയേറ്റ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് വരും. അതെന്താ വെച്ചാലേ നമ്മൾ ശേഷം കൊണ്ട് അവരുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം പ്രകൃതി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അപ്പൊ നടത്തി തരും. ഇതൊരു കണക്ഷനാണ്. അത് കൃത്യമായിട്ട് ചെയ്യുക. നമ്മൾ ഒരാൾ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ ഒട്ടും മടി വിചാരിക്കും. അത് നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരായാലും, നമ്മളെക്കാളും പ്രായം കൂടിയവരായാലും, നമ്മളെക്കാളും ലെവൽ കുറഞ്ഞവരായാലും, നമ്മളെക്കാളും ലെവൽ കൂടിയവരായാലും, ഇനി ഒരു ലെവലും ഇല്ലാത്തവരാണ്. തുടക്കക്കാരാണെങ്കിൽ നല്ലൊരു കാര്യം ചെയ്തത്. ഇപ്പൊ ഒരു ഫാൻ ഇട്ടിട്ട് നമ്മൾ ഓഫ് ചെയ്യാൻ പറഞ്ഞു, ആൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്യുക. നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറയാം. അപ്പൊ ഞാനിവിടെ എന്റെ വൈഫ് എന്നും, ഇത് എന്റെ ഒരു അനുഭവം കൂടി പറയാം, എന്നും കറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുമ്പോൾ നൈസായിട്ടൊരു നോട്ടുണ്ട് പുള്ളി സൈഡിൽ കൂടെ ഞാൻ അടിപൊളി. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞാൻ പറയുന്ന കറി പുള്ളി വെച്ചു. ഇത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. അപ്പൊ കൃത്യമായിട്ടുള്ള അപ്രിസിയേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഇങ്ങോട്ടും റിസൾട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് കെയറിങ്. ഈ കെയറിങ്ങിന് ഒരു കാര്യമുണ്ട്. ഇപ്പോ ഒരു പുതിയ ആള് വന്നിട്ട് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ വന്നു. ആള് അത്യാവശ്യം നല്ല ആക്റ്റീവ് ആണ്, നല്ലോണം കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്, നല്ലോണം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെക്കും. ആളത് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അടിപൊളി, സൂപ്പർ, അടിപൊളി, നന്നായിട്ടുണ്ട്, നല്ലൊരു പോസ്റ്റ് നീണ്ടു വലിച്ചൊരു പാരഗ്രാഫ്. രണ്ടാമതൊരു കാര്യം ചെയ്തു, അപ്പോഴും നീണ്ടു വലിച്ചൊരു പാരഗ്രാഫ്. ഒരു അച്ചീവ്മെന്റ് ആയി, ബിഗിനറായി, സ്റ്റാർട്ടറായി, ഓപ്പണറായി, റണ്ണറായി, ഈഗിളായി, റണ്ണറായി, വിന്നറായി, സ്റ്റാറായി, ഗോൾഡായി, സ്റ്റാർ ഗോൾഡായി, പ്ലാറ്റിനായി, സ്റ്റാർ പ്ലാറ്റിനായി, സ്റ്റാർ പ്ലാറ്റിനെത്തി നിൽക്കുക. അപ്പോ പിന്നെ അവൻ ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ, ഈ സാറ് ചെയ്യുന്ന കാര്യങ്ങളുടെ അപ്രിസിയേഷൻ ലെവല് ചിലപ്പോ, അല്ലെങ്കിൽ കെയറിങ് ചിലപ്പോ കുറഞ്ഞു വരും. അതായത് ചില ലീഡേഴ്സിനുള്ള ഒരു കാര്യമാണ്, ചില ലീഡേഴ്സിനുള്ള ഒരു ചിന്താഗതിയാണ്. അവര് അത്യാവശ്യം ലെവലൊക്കെ ആയി, ഹോം മീറ്റിംഗ് ഒക്കെ എടുത്തു തുടങ്ങി, അവർക്ക് ഇനിയിപ്പോ നമ്മളുടെ വീട്ടിലൊന്നും ആവശ്യമില്ല, അവർ ഒറ്റയ്ക്ക് ചെയ്തോളൂ. ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഫോൾട്ടാണ്. കാരണം അവർക്ക് ഈ കെയറിങ് എന്ന് പറയുന്ന സംഭവം ഒരാളും വേണ്ട എന്ന് വെക്കുന്നതല്ല. കെയറിങ് എന്ന് പറയുന്നത് വേണ്ട എന്ന് വെക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വൈഫ് അല്ലെങ്കിൽ ഇപ്പോ കല്യാണം കഴിഞ്ഞ ഭാര്യ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ, ആദ്യത്തെ കൺസീവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കെയർ ചെയ്യുന്ന ഒരു കെയറിങ് ഉണ്ട്. നമ്മള് അങ്ങനെ ഇങ്ങനെ നടത്തി കൊണ്ടുപോകാതെ, പിടിച്ചു കൊണ്ടുപോകാതെ ഒക്കെ കഴിഞ്ഞ് കുട്ടി വരെ നല്ല കെയറിങ് ആയിരിക്കും. രണ്ടാമത്തെ തവണ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എടുക്കില്ല, വലിയ കയ്യിലുള്ള കെയറിങ് കൊടുക്കില്ല. കാരണം എന്താ? ശീലമായി.
എക്സ്പീരിയൻസ് ആയിരുന്നു. ബിസിനസ്സിൽ അതുപോലെയാ. ബിസിനസ്സിൽ ലീഡേഴ്സ് വരും, ലീഡേഴ്സ് പറഞ്ഞു കൊടുക്കും, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചെയ്തു തുടങ്ങും. ചെയ്തു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ലീഡേഴ്സ് ഇവരുടെ അടുത്തേക്ക് പോവില്ല, ഇവരുടെ അടുത്ത് മിണ്ടില്ല, മീൻസ് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യില്ല. ഇവര് പുതിയ ആളുകൾ വന്നു, അവരെ കെയർ ചെയ്ത് കൊണ്ടുപോവാ. അപ്പൊ ഇവർക്ക് എന്താ തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യമായിട്ടും എന്റെ അടുത്ത് ഒരാൾ തുറന്നു പറഞ്ഞൊരു കാര്യം, സത്യമായിട്ട് അവരെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സാറിന് അവരൊക്കെ ഇഷ്ടം പോലെ വർക്ക് കൊടുക്കും, ഞാനൊന്നും കൊടുക്കില്ല, ഒന്നും സാറിന് ഇപ്പൊ എന്നെ താല്പര്യമില്ല, ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട് ചിലർ പറയുന്നുണ്ട്. അപ്പോ എപ്പോഴും എല്ലാവരെയും ഒരുപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമ്പോഴാണ് ബിസിനസ്സിൽ നമുക്ക്, ഈ ഒരു RCM ബിസിനസ്സിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. അപ്പോ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അതായത് കെയറിങ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അത് ഇനി ഡയമണ്ട് ആയാൽ പോലും കെയറിങ് ആവശ്യമാണ്. ഒരു 50 ലക്ഷം വരുമാനം കിട്ടുന്ന ആൾക്ക് പോലും കെയറിങ് ആവശ്യമാണെങ്കിൽ 10,000 15,000 വാങ്ങുന്ന നമുക്ക് ആവശ്യമില്ല കെയറിങ്. അപ്പൊ ആ കെയറിങ് കൃത്യമായിട്ട് കൊടുക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മള് എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് വേണം. വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇപ്പോ അസോസിയേറ്റ് ബയർ വിളിച്ചില്ലെങ്കിൽ നമ്മൾ വിളിക്കുക. ഇനി ലീഡേഴ്സിന് തിരക്കാണെങ്കിൽ നമ്മൾ വിളിക്കണം, അത് വേറൊരു കാര്യം. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അവർക്ക് വിളിക്കാൻ പറ്റില്ല, അവർക്ക് ഇതിന്റെ റൂൾസ് കാര്യങ്ങളൊന്നും ചിലപ്പോ കുറച്ച് നാളായിട്ടുള്ള അറിയണ്ടാവില്ല. അപ്പോ ലീഡേഴ്സ് എന്ത് ചെയ്യുക, അവരെ വിളിക്കുക, അവരെ കണ്ടിന്യൂസ് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിന്നാൽ തന്നെ ഈ ബിസിനസ്സിൽ അവർ ലൈവായിട്ട് നിൽക്കും. ഇങ്ങനെ കൃത്യമായിട്ട് അവർക്ക് ഒരു അപ്രിസിയേഷൻ, ഒരു കെയറിങ്, ഒരു കണ്ടീഷൻ, അവർക്കൊരു ഹെൽപ്പ്, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു ഗൈഡൻസ്, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്, ഞാൻ പറയുന്നു, ബിസിനസ് വളരെ സ്മൂത്ത് ആയിട്ട് പോകും. ആദ്യം പറഞ്ഞ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ടൂൾസ് ഉപയോഗിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആളുകളെ കെയറിങ് ചെയ്ത് അവര് ഡിസ്പ്ലേ വാൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഷോപ്പ് അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ, നമ്മളുടെ ടീമിലുള്ള ലീഡേഴ്സ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അവർ ടിക്കറ്റ് വാങ്ങിയോ, അവര് അതിനുള്ള പൈസ കൊടുത്തോ, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾക്ക് അവർക്കുള്ള ഇമ്പോർട്ടൻസ്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീട്ടില് ഇതൊന്നും കിട്ടാതെ നിൽക്കുന്ന ആളുകളുണ്ട്, ഇല്ലേ? വീട്ടിൽ നിന്ന് ഇതൊന്നും കിട്ടാതെ നിൽക്കുന്ന ആളുകളുണ്ട്. പല ലേഡീസും പറയാറുണ്ട്, സാറ് പറയുന്ന പോലെ, ചിലരടുത്ത് പറയാറുണ്ട്, സാറ് പറയുന്ന പോലെ, മാഡം പറയുന്ന പോലെ എന്റെ അമ്മ എന്നെ ഒന്ന് കെയർ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആളുകൾ പലരും ഉണ്ട്. അപ്പോ ഇവർക്ക് ഇത് ആവശ്യമാണ്. ഇത് നമ്മളുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോടൊരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ഉണ്ടാവും. ഈ കണക്ഷൻ വെച്ചിട്ടാണ് പിന്നെ ബിസിനസ്. കാരണം ഇതൊരു ഇമോഷണൽ ബിസിനസ്സാ. ഇമോഷൻ തീരുന്നിടത്ത് ബിസിനസ് തീരും. പക്ഷെ ഈ ഇമോഷനെ നമ്മൾ എന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ ആ ഇമോഷനിലൂടെ നമുക്ക് കൂടുതൽ ആളുകൾ എത്തിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ ടീമിലുള്ള ഒരു വ്യക്തി, ഗുരുവായൂരുള്ള വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ ഒന്നിനും ഫോഴ്സ് ചെയ്യാത്ത ആളാണ്. കാരണം ആൾ എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, സാർ എനിക്ക് ഉള്ള കാര്യങ്ങൾ ഞാൻ സാറിന്റെ അടുത്ത് ചോദിക്കും, അപ്പൊ സാർ എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ കറക്റ്റ് ആയിട്ട് അവർ ചോദിച്ച സമയം, അവരായിട്ട് അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് എന്റെ അടുത്ത് ചോദിച്ച സമയത്താണ് ഞാനത് കൊടുത്തത്. അത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യം കൊടുക്കും. സാർ അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, സാറിന് അത് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട്, അതിന്റെ റിസൾട്ടുകൾ എങ്ങനെയുണ്ട്, കാര്യമായിട്ടുള്ള ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരും ഞാനും തമ്മിൽ ഒരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ വന്നു. അവരിന്ന് വളരെ ആക്റ്റീവാണ്, എല്ലാ മാസവും 5,000 PV കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ബിസിനസ്സിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ കെയറിങ് നമ്മൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് നമ്മൾ അടിപൊളിയാണെന്നും നമ്മളുടെ ടീമിലേക്ക് ആളുകൾ വന്നാൽ അത് സൂപ്പർ ആയിട്ട് ഇരിക്കുമെന്നും നമ്മളെ നന്നായിട്ട് വിജയിപ്പിക്കാൻ ഇദ്ദേഹത്തിന് പറ്റുമെന്നും അവർക്ക് ബോധ്യപ്പെടുന്നു. ഇനി ഇതില് നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെയിൽ ചെയ്യാൻ പോകുന്ന ആളുകൾ എപ്പോഴും ഒരേ സ്ഥലത്ത് വിടരുത്. ഇടയ്ക്കൊക്കെ നമ്മളൊപ്പം പോകണം. പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് അവരെ വണ്ടി വിളിച്ച് കൊണ്ടുപോയിട്ട് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ കോൾഡ് കോളിംഗ് നടത്തി അവർക്ക് ആ വരുമാനം PV എന്താന്ന് വെച്ചാൽ കൊടുക്കുക. അങ്ങനെ ഇടയ്ക്ക് അവരുമായിട്ട് നമ്മളൊരു യാത്രയൊക്കെ പോവുക, സെയിൽസിനായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് ഒരു പ്ലഷർ ട്രിപ്പ് പോലെയൊക്കെ ഇടയ്ക്കൊന്ന് കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് ഈ ഒരു ബിസിനസ് വിജയിക്കാൻ പറ്റും. പിന്നെ അവർക്ക് ഫ്രീ പ്രോഡക്റ്റ് കിട്ടിയെങ്കിൽ അത് ആദ്യം നമ്മൾ വിളിച്ചറിയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. അവർ ചിലപ്പോൾ എപ്പോഴും ഷോപ്പിൽ വരുന്ന ആളുകളല്ല. അപ്പൊ അവരുടെയൊക്കെ ID നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് ആ ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഇന്ന സ്ഥലത്ത് ഞാനുണ്ട്, നിങ്ങൾക്ക് ഇന്ന് വന്നാൽ നമുക്കത് എടുക്കാന്നൊക്കെ പറഞ്ഞ് ഒരു സ്നേഹം, ബിസിനസ്സിലുപരി ഒരു സ്നേഹം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലീഡേഴ്സിന് തിരിച്ചും ലീഡേഴ്സ് അങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് സ്മൂത്ത് ആയിട്ട് പോകും. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് എനിക്കറിയാം, അപ്രിസിയേഷൻ, കെയറിങ്, അതൊക്കെയാണെന്ന്. പക്ഷെ ആദ്യം പറഞ്ഞ പോയിന്റുകൾ ഞാൻ ഇന്നത്തെ ക്ലാസ് വളരെ പതുക്കെ മെല്ലെയാണ് എടുത്തത്.
എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്ട്രാ ആയിട്ട് ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് കറക്റ്റ് ടൂൾസ് യൂസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, നിങ്ങളെ ലീഡേഴ്സ് പറഞ്ഞ അനുസരിക്കുക, ലീഡേഴ്സ് നിങ്ങളെ കെയർ ചെയ്യുക, ലീഡേഴ്സിനെ തിരിച്ച് കെയർ ചെയ്യുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. കാരണം ഞാൻ ഇന്ന് ഈ ബിസിനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് എന്റെ തീരുമാനമാണെങ്കിൽ, രണ്ട് എന്റെ മെന്റേഴ്സ് ആണ്. എന്റെ മെന്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ രാജൻ സാർ, ചാറമറയുടെ അർജുൻ സാർ, സുഭാഷ് സാർ ആൻഡ് വിനീത മാഡം, ഇവരാണ് എന്നെ ഈ ബിസിനസ്സിൽ നിലനിർത്തിയത്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തകർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. ബിസിനസ്സിൽ തകർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ആശയം ബിസിനസ്സിൽ തകർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ തകർച്ചയിൽ നിന്ന് തന്നെ വളർത്തി വലുതാക്കിയത് ഇവരാണ്. കാരണം തകർച്ച കണ്ടപ്പോൾ ഞാൻ ഇവരടുത്ത് ചോദിച്ചു, സാർ ഇനി എന്താണ് ചെയ്യുന്നത്? അപ്പൊ അവര് പറഞ്ഞു തന്ന പോയിന്റ്സ് കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്ത വഴിയിലൂടെ ആ തകർച്ചയിൽ നിന്ന് ബിൽഡ് ചെയ്ത് സക്സസിലേക്ക് എത്താനായിട്ട് എനിക്കിന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ബ്ലൈൻഡ് ആയിട്ട് എന്റെ ലീഡേഴ്സിനെ ഫോളോ ചെയ്തു, ബ്ലൈൻഡ് ആയിട്ട് ഞാൻ സിസ്റ്റം ഫോളോ ചെയ്തു, ബ്ലൈൻഡ് ആയിട്ട് ഞാൻ ടൂൾസ് ഫോളോ ചെയ്തു, ബ്ലൈൻഡ് ആയിട്ട് ഞാൻ എല്ലാവരും കെയർ ചെയ്തു, എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു, 100% പ്രൊഫഷണൽ ആയി, 100% മീറ്റിങ്ങുകൾ എടുത്തു തുടങ്ങി, 100% ഹോം മീറ്റിംഗ് എടുത്തു തുടങ്ങി, 100% എന്റെ ടീമിലുള്ളവർക്ക് വേണ്ടിയിട്ട് കോൾഡ് കോളിംഗ് ചെയ്തു തുടങ്ങി. സ്വയം കുറച്ചു നാൾ ഒതുങ്ങി നിന്ന് സ്വയം ഞാൻ കോൾഡ് കോളിംഗ് ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ എനിക്കുണ്ടായ റിസൾട്ടാണ് ഈ മാസം ഇന്നേ തീയതി വരെ എനിക്ക് 8 വുമൺ സ്വന്തമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. 8 വുമൺ എനിക്ക് സ്വന്തമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. എന്റെ ഈ 3 മാസം കൊണ്ട് മിനിമം 30, മാക്സിമം 100 എന്നുള്ള ടാർഗറ്റാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് കട്ടയ്ക്ക് കൂടെ എന്റെ വൈഫ് ഉണ്ട്, എന്റെ അമ്മയും അച്ഛനും ഉണ്ട്, അപ്പോ ഫാമിലി ഉണ്ട്, എന്റെ ടീം ഉണ്ട്. അപ്പോ ഈ ഒരു ടീം സ്പിരിറ്റോട് കൂടി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും ഏത് ഹൈറ്റിലും. ആ ഹൈറ്റിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഫോളോ ദ സിസ്റ്റം, ഫോളോ ദ ടൂൾസ്, ഫോളോ ദ ലീഡേഴ്സ്, ഫോളോ യുവർ സെൽഫ്, ഫോളോ യുവർ സെൽഫ്, ഫോളോ യുവർ സെൽഫ്. ജയ് ആർ സി എം, ജയ് ആർ സി എം, ജയ് ആർ സി എം, ഗുഡ് ആർ സി എം, ഗുഡ് ആർ സി എം, ഗുഡ് ആർ സി എം. താങ്ക് യു. ജയ് ആർ സി എം. താങ്ക് യു.